നമസ്കാരം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യു.പിയിൽ അത്തിഖ് അഹമ്മദ്, അയാളുടെ സഹോദരൻ അഷറഫ് തുടങ്ങി രണ്ടുപേരെ ജയ് ശ്രീരാം വിളികളോട് കൂടിയിട്ട് ചില ആളുകൾ വന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി. അത് പോലീസുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. ഇത് മാധ്യമങ്ങളിലൂടെ, നമ്മുടെ ഓൺലൈൻ ചാനലുകളിലൂടെ ഒക്കെ ഈ ദൃശ്യങ്ങൾ ലോകം ശ്രദ്ധിച്ചതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ അത്തിഖ് അഹമ്മദ്, അയാളുടെ കൂട്ടാളികളും ഈ അഷറഫ് ഉൾപ്പെടെയുള്ള ആ ക്രിമിനൽ സംഘം വലിയ യു.പിയിലെ കുപ്രസിദ്ധി നേടിയ ഗുണ്ട ഗ്യാങ് ആണ് എന്നൊക്കെയുള്ള വാർത്തകൾ വ്യാപകമായിട്ട് മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. എന്നാൽ ഇന്ന് 2013 തന്നെ പോലീസ് ഇവരുടെ പ്രയാഗിലുള്ള അനധികൃതമായിട്ട് ബിനാമിയുടെ പേരിൽ സമ്പാദിച്ച സ്വത്തുവകൾ അറ്റാച്ച് ചെയ്യുന്ന നടപടി കൂടെ എടുത്തിരുന്നു. കോടതി ഇന്ന് ഈ നടപടി ശരിവെച്ചുകൊണ്ട് സർക്കാരിലേക്ക് ഈ അത്തിഖ് അഹമ്മദിൻ്റെയും കൂട്ടാളികളുടെയും സ്വത്തുവകളെല്ലാം സർക്കാർ ഏറ്റെടുത്ത നടപടി ശരിയാണ്, അത് അത്തരത്തിൽ തന്നെ സർക്കാരിൽ തന്നെ എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള നിലയിൽ കോടതി തീരുമാനവും എടുത്തിരിക്കുന്നു. അത് വളരെ ഒരു സവിശേഷകരമായിട്ടുള്ള സന്ദേശമായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും യു.പി എന്ന് പറയുന്ന സംസ്ഥാനം മാധ്യമങ്ങളിലൂടെ ചർച്ചയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഗവർണറെ കണ്ടതും, അതുപോലെ തന്നെ യു.പിയിൽ ഈ അടുത്ത ദിവസങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ സമ്മേളനവും അതിൽ യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗവും, അതുപോലെ തന്നെ യു.പിയുടെ BJP അധ്യക്ഷൻ നടത്തിയ പരാമർശവും ഒക്കെ ഇന്ന് വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മുഹറം ആഘോഷത്തിൽ യു.പി ഗവൺമെൻറ് എടുത്ത നിലപാട്, മുഹറം ആഘോഷിക്കുന്നത് മുൻകൂട്ടി അനുവാദമില്ലാതെ അല്ലെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ വാങ്ങാതെ റോഡുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഘോഷയാത്രകൾ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള വാർത്ത പറഞ്ഞ് എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്ത് അത് മുസ്ലിം മതവിഭാഗത്തിനെതിരായിട്ട് യു.പി സർക്കാർ, യോഗി സർക്കാർ എടുത്ത നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ വലിയ വാർത്തയായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിൽ പറഞ്ഞിരിക്കുന്നത്, ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ സാമാന്യ എല്ലാ മനുഷ്യരും, മലയാളികളൊക്കെ ചിന്തിച്ചു പോകും, കേരളത്തിൽ സർവ മതസംഘടനകളുടെയും അല്ലെങ്കിൽ സർവ മതസ്ഥരുടെയും ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളും തുറന്നു കൊടുത്തിരിക്കുന്നു, സർക്കാർ എല്ലാവിധ അനുവാദങ്ങളും കൊടുത്തിരിക്കുന്നു എന്നുള്ള തലത്തിലൊക്കെയാണ് പിണറായി സർക്കാരിൻ്റെ കുഴലൂത്തുകാരായിട്ടുള്ള ദേശാഭിമാനി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഈ ദേശാഭിമാനി ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളുടെ ഘോഷയാത്രകൾ, ക്ഷേത്രങ്ങളുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഘോഷയാത്രകൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ക്ഷേത്രങ്ങളുടെ ഘോഷയാത്രയ്ക്കെന്ന് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ പൂജാകാര്യങ്ങളിൽ പോലും കൈകടത്തി ഇടപെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ ബൂട്ട്സ് അണിഞ്ഞ പോലീസുകാർ നടത്തിയ റൂട്ട് മാർച്ചൊക്കെ ഇവിടുത്തെ ഹിന്ദു സമൂഹം മറന്നിട്ടൊന്നുമില്ല. ഈ ഇത്തരത്തിലുള്ള സർക്കാരാണ്, സർക്കാരിനെ കാണുന്ന ഈ സമൂഹത്തോടാണ് ഈ സർക്കാരിൻ്റെ കുഴലൂത്ത് പത്രമായിട്ടുള്ള ഈ ദേശാഭിമാനി, ശരിക്ക് ദേശാഭിമാനം തന്നെയാണ് ഈ പത്രം. ആ ദേശാഭിമാനി യു.പിയിൽ അവിടുത്തെ സർക്കാർ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഘോഷയാത്രയ്ക്ക് മുൻകൂട്ടി അനുവാദം വാങ്ങണം എന്നുള്ള തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിനെ വളച്ചൊടിച്ച് ഇത്തരത്തിലൊക്കെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെയൊക്കെ വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള പ്രചരണവും പരിശ്രമവും നടത്തുന്നത്. ഇതൊക്കെ ഈ പത്രങ്ങൾ വായിക്കുന്നവർ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇതൊക്കെ വായിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, യു.പി കേന്ദ്രീകരിച്ച് BJPക്ക് ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ആ പരാജയത്തെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ആ പരിശ്രമിക്കുന്ന സമയത്തും ഈ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയ പരാജയ കാരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ തീവ്രവാദികളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും അമർച്ച ചെയ്യുവാനും ആ തീവ്രവാദികളുടെ സ്വത്തുവകകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ
അവർ കണ്ടെത്തുന്ന സാമ്പത്തിക സോഴ്സ് ഇതെല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് വളരെ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് നിലപാടെടുക്കുവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരിലൂടെയെങ്കിലും ആ സർക്കാരിന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ബി ജെ പിയുടെ ഒരു സാധാരണ മനോഗതി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട സംഘടനകളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെയും അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ആത്മവിശ്വാസമൊന്നും ഇവിടെ ഒരു ഹിന്ദുവിനുമില്ല, ഒരു ഹിന്ദു സംഘടനകൾക്കുമില്ല. ബി ജെ പി മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമവും നിരന്തരം നടത്താറുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ബി ജെ പിയുടെ തന്നെ നേതാവ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, സബ്കോ സാത്ത് സബ്കോ വികാസ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ മാറ്റിവെക്കണം, ഇനി ബി ജെ പിക്കൊപ്പം ആരുണ്ടോ അവർക്കൊപ്പം മാത്രം ഞങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വയ്ക്കേണ്ടത്. അതൊട്ടേറെ വിമർശനങ്ങൾക്കുമൊക്കെ വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ ഈ വർഗീയതയെ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്താൽ ദേശീയത ദുർബലപ്പെടും എന്നുള്ള കാര്യം തർക്കമില്ലാത്ത വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ അത്തിഖ് അഹമ്മദിനെയും അല്ലെങ്കിൽ അഷറഫിനെയും അവരുടെ കൂട്ടാളികളെയും ഒക്കെ അതുപോലുള്ള ആളുകളെയൊക്കെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കേണ്ടത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ജനതയുടെ സ്വൈരജീവിതത്തിന് അനിവാര്യമാണെന്നിരിക്കെ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം. ഈ സ്വത്തുവകകൾ കണ്ടെടുത്തത് ഇപ്പോൾ അത്തിഖ് അഹമ്മദിൻ്റെ മാത്രമായിട്ടാണ് കോടതി ശരിവെച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ധാരാളം ഇത്തരത്തിലുള്ള മത മൗലികവാദികൾ, ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിൽ ധാരാളം സംഘങ്ങൾ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന ഭൂപ്രദേശം തന്നെയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ വേട്ടയാടി പിടിക്കുകയും വകവരുത്താൻ സാധിക്കുന്നതാണെങ്കിൽ അത്തരത്തിൽ വകവരുത്തുകയും നിയമപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികളിലൂടെ അവരുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും ചെയ്ത യോഗി സർക്കാരിന് ഒരു നമസ്കാരം പറയുക എന്നുള്ളത് ദേശീയവാദികളായിട്ടുള്ള ഏതൊരു സമാജ പ്രവർത്തകൻ്റെയും അനിവാര്യതയാണ്. നന്ദി, നമസ്തേ.